ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് വേറെ അടുത്ത ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ ചെയ്തിരിക്കുന്ന പെരിയ കാര്യങ്ങളെ നമുക്കൊന്നും കൂടെ വിസാരിക്കാം. അവൻ നമുക്ക് ചെയ്ത നന്മകളെ നമുക്ക് ഒന്നും കൂടെ വിസാരിക്കാം. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് വിസാരിക്കാം. അവൻ നമ്മളോട് കാണിച്ച കരുണയെ നമുക്ക് വിസാരിക്കാം. അവൻ നമ്മളോട് കാണിച്ച എല്ലാവിധമായ വിടുതലിനെ നമുക്ക് വിസാരിക്കാം. അവൻ നമുക്ക് വിടുതൽ നൽകിയിരിക്കുന്നു. പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകി അവൻ നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. അവൻ നമുക്ക് വീണ്ടെടുത്ത ആ വലിയ കൃപ എത്രയോ പെരിത് എന്ന് നമുക്ക് ഇங்கே பார்க்கலாம். இங்கே നമ്മൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വാസിക്കുകയാണ്. നമ്മൾ ഇங்கே என்ன பார்க்குது? இங்கே எழுதியிருக்கிறது, அதிக்கிரமங்களாலும் பாவங்களாலும் மரிச்சவராயிருந்த നിങ്ങളെ ഉയർപ്പിച്ചു. ആണ്ടവർ ഇங்கே சொல்லுது, அப்போஸ்தலன் മുഖാന്തരം என்ன சொல்லுது? നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതായത് നിങ്ങൾ മരിച്ച നിങ്ങളുടെ സ്ഥിതി, നിങ്ങളുടെ അവസ്ഥ എന്നെ சொல்லிയാൽ, നിങ്ങളുടെ സ്ഥിതി എന്നെ சொல்லிയാൽ നിങ്ങൾ മരിച്ച കണ്ടീഷൻ താൻ. അല്ലാതെ നിങ്ങൾ ജീവിച്ച മനുഷ്യരല്ല. ജീവിച്ചവർക്ക് താൻ എന്തെങ്കിലും പണ്ണാൻ പറ്റും, മരിച്ചവരാൾക്ക് ഒന്നും പണ്ണാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടന്നതിന് മൂലം നിങ്ങൾക്ക് ഒന്നുമേ പണ്ണാൻ മുടിയാതെ, അതായത് ഏതെങ്കിലും ഒരു നീ പാത്താച്ച ഒരു മരിച്ചവർക്ക് തന്നെ കൈ പൊക്കാൻ പറ്റുമോ, കാല് പൊക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവന്റെ ഒരു ഈശ നമ്മുടെ മുഖത്ത് വന്നിരുന്നാൽ നമുക്ക് അത് മാറ്റാൻ പറ്റുമോ? ഒന്നുമേ ചെയ്യാൻ മുടിയാ. അതായത് നമ്മൾ മരിച്ച അവസ്ഥ, ആ അവസ്ഥയിൽ ആയിരുന്നു നമ്മളെ. ഇங்கே சொல்லுது, അവൻ നമ്മളെ ഉയർപ്പിച്ചു. ഇത് നമുക്ക് ரொம்ப ചിന്തിക്കുന്ന ഒരു വിഷയം താൻ. അവൻ നമ്മളെ ഉയർപ്പിച്ചു. ആര് ഉയർപ്പിച്ചെന്ന് சொல்லுது? ആണ്ടവരായ യേശു ക്രിസ്തു താൻ ഉയർപ്പിച്ചത്. നമ്മുടെ അവസ്ഥ മരിച്ച അവസ്ഥയായിരുന്നു. അവൻ എന്ന് சொல்லிയാൽ യേശു ക്രിസ്തു, ആണ്ടവരായ യേശു ക്രിസ്തു താൻ നമ്മളെ ഉയർപ്പിച്ചത് എന്ന് ഇங்கே சொல்லிയിരിക്കും. എത്ര പെരിയ ഭാഗ്യം. അതായത് ആണ്ടവർ തന്നെ നമ്മളെ ഉയർപ്പിക്കാൻ വേണ്ടി നമ്മളെ വന്നത്. അത് എത്രയോ പെരിയ കാര്യം. അത് എപ്പടി ഉയർപ്പിച്ചത് അതിന് മുന്നാടി നമുക്ക് പാക്കാം. നമ്മുടെ അവസ്ഥ അത് മാത്രമല്ല, നമ്മൾ മരിച്ചവരായിരുന്നു. അത് മാത്രമല്ല, ഇங்கே അപ്പോസ്തലനായ പൗലോസ് നമ്മൾ എന്നാ சொல்லுது നമുക്ക് ഒന്നുകൂടെ പാക്കിടാം. അവൻ 2-ാം വാക്യത്തിൽ നിങ്ങൾ എപ്പടി ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ നീ എപ്പടി നടന്നവരായിരുന്നു, നിങ്ങളുടെ സ്ഥിതി എപ്പോഴായിരുന്നു, അതെല്ലാമേ ഇங்கே വിവരിക്കുക. 2-ാം വാക്യത്തിൽ അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കാൻ. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, നമ്മൾ ലോകത്തിന്റെ കാലഗതി, അതായത് നമ്മൾ ലോകത്തിന്റെ കാലഗതി എല്ലാമേ പാത്ത് പോകുന്നവരായിരുന്നു. നമ്മൾ അപ്പടിയുള്ള നമ്മളെ താൻ അവൻ രക്ഷിച്ചത്. അതായത് ലോകത്തിന്റെ രീതിയിൽ പോകുന്ന നമ്മളെ വീണ്ടെടുത്താൽ, അല്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചാൽ. രണ്ടാമത് ആകാശത്തിലെ അധികാരത്തിനും. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ சொல்லுது, നമ്മൾ ആകാശത്തിന്റെ അധികാരം എന്ന് சொல்லிയാൽ എന്നാ சொல்லுது? ആകാശത്തിന്റെ അധികാരം സാത്താൻ ഇരിക്കുക. അവൻ താൻ ആകാശത്തിന്റെ അധികാരം അവൻ പ്രാപിച്ചിരിക്കുക. അവന്റെ അധികാരത്തിന് കീഴിൽ താൻ നമ്മളിരുന്നു. അതായത് പിശാചിന്റെ അനുസരണത്തിൽ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, പിന്നെ എന്തുമായിരുന്നു? നമ്മൾ അധികാരത്തും നമ്മൾ അനുസരിക്കേടിന്റെ മക്കൾ. അതായത് നമ്മൾ ആരെന്തോ ചൊല്ലിയാലും നമ്മൾ കേൾക്കാതെ, അതായത് അനുസരണമേ ഇല്ല. നമ്മൾ നമ്മളോട് അതിന് ഓപ്പോസിറ്റ് താൻ പണ്ണുക, അല്ലെങ്കിൽ നമ്മൾ തപ്പിന്റെ മേൽ തപ്പ് താൻ പണ്ണുക. അതായിരുന്നു നമ്മുടെ അവസ്ഥ. നമ്മൾ മൂന്നവസ്ഥ നമ്മളിങ്ങനെ കാണുന്നത്. ഒന്ന് കാലഗതി, അതായത് ലോകത്തിൽ, അതായത് നമ്മൾ സൂര്യചന്ദ്രന്മാരെ അല്ലെങ്കിൽ സൈക്കോളജി, അല്ലെങ്കിൽ ഫിസിയോളജി, അല്ലെങ്കിൽ എന്നാ പറ്റുമോ, അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും പാത്ത് നമ്മൾ അതനുസരിച്ച് നമ്മൾ നടക്കുന്നവരായിരുന്നു. രണ്ടാമത്തെ, നമ്മൾ ആകാശത്തിലെ എല്ലാ രീതിയിലുള്ള സാത്താന്റെ അല്ലെങ്കിൽ പിശാചിന്റെ എല്ലാ മാർഗത്തിൽ കൂടെ നടന്നവരായിരുന്നു. മൂന്നാമത്തെ, നമ്മൾ അനുസരിക്കേണ്ട മക്കളായിരുന്നു. അതായത് നമ്മൾ ആരുമേ சொல்லுத கேൾக்காது அப்படியாയിരുന്നു. அதாவது இங்கே மெயினாയിട്ട് என்ன சொல்லுന്നത്? അനുസരിക്കേണ്ട മക്കൾ, ആണ്ടവർക്ക് അനുസരണം ഇല്ലാതെ നടക്കുന്നവർ. അതായിരുന്നു നമ്മുടെ അവസ്ഥ. അത് മറ്റും താൻ നമ്മൾ. പിന്നെ എന്നാ വായിക്കുന്നത്? ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനോ അധിപനായവനെ അനുസരിച്ച് നടന്നു. അത് മറ്റുമല്ല, ഇപ്പോൾ നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, അതെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആത്മാവ്. നമ്മൾ പിശാചിന്റെ ആത്മാവിലായിരുന്നു നടന്നത്. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അതായത് പിശാചിന്റെ ആത്മാവ്. അതായത് നമ്മൾ
നമ്മൾ ദൈവത്തിന്റെ ആത്മാവിലല്ല നടന്നത്, പിശാചിന്റെ ആത്മാവിൽ. അല്ലെ പിശാച് എന്ന சொல்லுது അത് കേട്ട് അവന്റെ ഹിതം പോലെ അവന് ചിത്തം പോലെ നമ്മൾ നടക്കുകയായിരുന്നു എന്ന ഇങ്ങനെ 4 കാര്യം നമ്മൾ பார்த்தாச்சு. ഒന്ന് ലോകത്തിന്റെ കാലഗതി, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ ക്ലൈമറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അതൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ആകാശത്തിന് അധികാരത്തിന് അല്ലെങ്കിൽ പിശാചിന്റെ അധികാരത്തിന് രണ്ടാമത് അനുസരണക്കേട്, നമ്മൾ ഒന്നുമേ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിന് ഓപ്പോസിറ്റ് പണുന്ന രീതിയിലുള്ള മക്കൾ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആത്മാവ്, അതായത് പിശാചിന്റെ ആത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടവരായിരുന്നു എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുക. 2-ാം വാക്യത്തിൽ നമുക്ക് 4 കാര്യം നമ്മൾ പാർത്ത. ഇനി 3-ാം വാക്യത്തിൽ നമ്മൾ എന്നെ പാക്കുന്നത് ഈ 2-ാം വാക്യത്തിൽ ഇങ്ങ சொல்லுது നമ്മൾ ആകാശത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നടക്കുന്ന ആകാശത്തിലുള്ള എല്ലാ കാര്യത്തിലും. ഇപ്പൊ 2-ാമത് എന്നാ சொல்லுது, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഇപ്പൊ 2-ാമത് சொல்லுது ജഡമോഹങ്ങൾ, അതായത് നമ്മുടെ ശരീരം എപ്പടി നടന്നാച്ചേ എന്ന് ഇങ്ങ சொல்லுது. ജഡമോഹങ്ങൾ, അതായത് നമുക്ക് എന്നാ നമ്മുടെ ശരീരത്തിന് തേവപ്പെടുന്നു അതേ രീതിയിൽ പോകും. അതായത് ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, അല്ലെങ്കിൽ ത്രിടം, അതെല്ലാമേ ശരീരത്തിൽ ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നടന്നു. അതായത് നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ നടന്നവരായിരുന്നു. അതിൽ നമ്മൾ പാത്ത് നോക്കണം. പിന്നെ ഇത് ചൊല്ലുന്ന നമ്മുടെ ശരീരത്തെ പറ്റി ചൊല്ലുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ നേരത്തെ ചൊല്ലി ആകാശത്തിന്റെ കാര്യത്തിൽ പിശാചിനെ പറ്റി നമ്മൾ കേട്ടാൽ. ഇപ്പോൾ 2-ാമത് ഇங்கே 3-ാം വാക്യത്തിൽ ചൊല്ലുക, ഇത് ഇங்கே നമ്മൾ ചൊല്ലി ജഡമോഹങ്ങൾ, നമ്മുടെ മനസ്സിലെ ഇഷ്ടം, മനസ്സിന് എന്നെ തേവപ്പെടുന്നു അത് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന് ചിത്തമായ രീതിയിൽ നടക്കുക. ആണ്ടവരെ വിസാരിക്കാതെ, ആണ്ടവർ ചൊല്ലുക കേൾക്കാതെ അതിന് വിപരീതമായിട്ട് നടക്കുക എന്ന്. അത് മാത്രമല്ല, പിന്നെ പിന്നെ ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും, അതായത് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ എപ്പടിയൊക്കെ നമ്മൾ ചൊല്ലുക, അതായത് നമുക്ക് മനസ്സിൽ വികാരത്തിൽ ഒരു പൊണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളോട് പോയി പ്രാർത്ഥന, അല്ലെങ്കിൽ കള്ള്, അല്ലെങ്കിൽ ചാരായം പാത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സാപ്പിടണം, അല്ലെങ്കിൽ നമ്മൾ തണ്ണി സാപ്പിടുക, അല്ലെങ്കിൽ നമുക്ക് ത്രിടം വേണമെങ്കിൽ ത്രിടം പണുക. അങ്ങനെ നമ്മൾ ആണ്ടവർക്ക് ചിത്തമില്ലാത്ത രീതിയിൽ നമ്മൾ നടക്കുന്ന കണ്ടീഷൻ, അതായത് നമ്മുടെ ജഡമോഹത്തിന് ഇഷ്ടമായ രീതിയിൽ നടക്കുന്നവരായിരുന്നു. പിന്നെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തു. മുമ്പേ ജഡമോഹങ്ങൾ, ഇപ്പം മനോവികാരങ്ങൾക്ക് കൊണ്ടുള്ള മറ്റുള്ളവരെ പോലെ പ്രകൃതിയുടെ കോപത്തിന്റെ മക്കളായിരുന്നു. ആണ്ടവർ എന്നെ ചൊല്ലുക, നമ്മൾ കോപത്തിന്റെ മക്കൾ. അതായത് നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതായത് കോപം, അതായത് നമുക്ക് എന്ത് ചൊല്ലിയാലും ഉടനെ കോപം വന്നിടും. അതാണ് കോപത്തിന്റെ മക്കൾ. അല്ലെങ്കിൽ നമുക്ക് ചിന്ന കാര്യം പോതും നമുക്ക് ശണ്ട കൂടാൻ നമുക്ക് കാരണമേ കൂടാതെ തന്നെ ശണ്ട കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇങ്ങനെ ചൊല്ലുക. അതായത് ഇങ്ങനെ 4-ാം വാക്യത്തില്, വളരെ 3-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. അതായത് നമ്മൾ ആണ്ടവരുടെ മക്കളല്ല, നമ്മുടെ ദുശ്ചിന്ത അല്ലെങ്കിൽ ക്രോധത്തിന്റെ മക്കൾ ആയിരുന്നു എന്ന് നമുക്ക് പാക്കാൻ. നമുക്ക് ഈ 4-ാം വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത് നമ്മളത് വാക്യം. എന്നാൽ ഇനി നമുക്ക് പാക്കലാം ആണ്ടവർ നമുക്ക് ചെയ്ത കാര്യം. എന്നാൽ അതിനാൽ നമ്മൾ ഇരിക്കുന്ന കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ചു. എന്നാൽ കരുണാസമ്പന്നായ ദൈവം, അതായത് കരുണയിൽ നിറഞ്ഞ ആണ്ടവർ നമ്മളെ നേസിച്ചാല്. കരുണാസമ്പന്നൻ, അതായത് കരുണയിൽ നിറഞ്ഞ, അല്ലെങ്കിൽ അത് കവിഞ്ഞൊഴുങ്ങുന്ന, അല്ലെങ്കിൽ അത് ഒരു കുപ്പിയിലെ ഒരു നമ്മൾ തണ്ണി ഊത്തി അത് കവിഞ്ഞു പോകുന്ന പോലെ, അതേപോലെ ആണ്ടവരുടെ സ്നേഹം ആ കുപ്പിയിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിപ്പോകുന്ന മാതിരി, അതുമാതിരിയുള്ള സ്നേഹത്താൽ അവൻ നമ്മളെ സ്നേഹിച്ചു എന്ന അതേപോലെ സ്നേഹത്തെ നമ്മൾ സ്നേഹിച്ചു. അവന്റെ മഹാസ്നേഹം, അതിന്റെ കണക്കനുസരിച്ച് അത് മഹാസ്നേഹം, അതായത് അത് നമുക്ക് വർണ്ണിക്കാൻ മുടിയാതെ, അതായത് അത്രമാത്രം പെരുസായ നേസം അവൻ നമ്മളോട് കാണിച്ച്, അതുമൂലം താൻ നമ്മൾ നേസിച്ച്. അതുകൊണ്ട് നമ്മൾ എന്നെ 5-ാം വാക്യത്തിൽ എന്നെ വാസിക്കുന്നത്,
അതിക്രമങ്ങൾ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് ജീവിച്ചിരിപ്പിക്കുകയും ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ 1-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിച്ചത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതായത് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ. നമ്മൾ ഇപ്പം 5-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ. അതായത് പിന്നെ ഫസ്റ്റ് വേർഡ് ഇങ്ങനെ കോട്ട് பண்ணுവാണ്. അത് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു. അത് എപ്പടി ജീവിപ്പിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു മുഖാന്തരം താൻ ജീവിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നപ്പോൾ അവൻ്റെ കൂടെ നമ്മളെ ഉയർപ്പിച്ചിരിക്കുകയും. അത് എത്ര പെരിയ വാർത്തയാണെന്ന് പേജ് നോക്കുക. അതാണ് ഇങ്ങനെ சொல்றது. അതായത് തകപ്പനായ പിതാവ് ആണ്ടവരായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റാച്ചേ. എന്നാലും നമ്മളെ ഉയർപ്പിക്കുന്നതിൻ്റെ കാര്യം എന്നാ சொல்றது? അവൻ്റെ കൂടെ നമ്മളെ ഉയർപ്പിച്ച എന്ന് മാത്രമല്ല, മരിച്ചവരായിട്ട് നമ്മെ ക്രിസ്തുവിനോട് ജീവിച്ചിരിക്കുകയും കൃപയാലത്തെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ഇത് നിന്റെ പ്രവൃത്തിയല്ല. നിന്റെ പ്രവൃത്തി കൊണ്ട് നീ രക്ഷിക്കപ്പെട്ടതല്ല. നിന്റെ പ്രവൃത്തി കൊണ്ട് ജീവിച്ചതല്ല. അല്ല നീ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് നീ ഉയർത്തെഴുന്നേറ്റ് അല്ല. നീ എന്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റാൽ അത് ആണ്ടവരുടെ കൃപ മട്ടും താൻ, അല്ല വേറെ ഒന്നുമേ ഇല്ല. ആണ്ടവർ നമ്മളോട് കൃപ ചൊരിഞ്ഞത് മുഖാന്തരം താൻ അവൻ നമുക്ക് എന്നാ നൽകിയാൽ നമുക്ക് ജീവൻ തന്നെ. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ പ്രവൃത്തി താൻ, ഞാൻ അപ്പടി ചെയ്ത്, ഞാൻ ഇപ്പടി ചെയ്ത്, ഞാൻ അത് ചെയ്ത്, ഞാൻ ഇത് പണിയാച്ച് അത് പണിയാച്ച് എന്നല്ല சொல்லி നമ്മൾ அப்படி சொல்லு. എന്നാൽ ഇങ്ങനെ சொல்லுது ആണ്ടവരുടെ കൃപ മുഖാന്തരം, ആണ്ടവരുടെ കൃപ, അവൻ്റെ ആ കൃപയുടെ ധനമഹാത്മ്യം അല്ലെങ്കിൽ അവൻ്റെ ആ പെരുക്കം മുഖാന്തരം നമ്മളെ വീണ്ടെടുത്താച്ചേ. എത്ര പെരിയ കൃപയാണ് നമുക്ക് നൽകിയത്. അത് നമ്മൾ 6-ാം വാക്യം ഞാൻ സ്റ്റോപ്പ് பண்ணுவான். നിങ്ങൾ சொல்லுது ആണ്ടവർ നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. നമ്മൾ ഇറന്നവരായിരുന്നു. നമ്മളെ ആണ്ടവർ നമ്മളെ നേസിച്ചു. അവൻ നമ്മളെ നേസിച്ചത് നമ്മൾ അവനെ നേസിച്ചത് മുഖാന്തരമല്ല, അവൻ നമ്മളെ നേസിച്ച് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയും. അതുകൊണ്ട് അവനെ നമുക്ക് സ്തുതിക്കാം, അവനെ നമുക്ക് പുകഴ്ത്താം. അവൻ ചെയ്ത പെരിയ കാര്യത്തെ നമുക്ക് ഓർക്കാം. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത്, അവൻ നമ്മളെ വീണ്ടെടുത്ത വിധത്തെ നമ്മൾ ഓർത്ത് നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.